ദേവു വാ മോളെ. ദേവു എത്ര നാളായി എന്റെ മോളെ കണ്ടിട്ട്. അമ്മ ആകെ അങ്ങ് ക്ഷീണിച്ചല്ലോ. മെഡിസിനും ഭക്ഷണം ഒന്നും കൃത്യസമയത്ത് കഴിക്കുന്നില്ലേ? ആ കഴിക്കുന്നുണ്ട് മോളെ. ആ പറഞ്ഞത് കള്ളവാ. ദേ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല ദേവു. ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലേ കഴിക്കൂ. ഞാൻ പാതിരാത്രിയാണ് വരുന്നെങ്കിൽ അതുവരെ കാത്തിരിക്കും. നേരാണോ അമ്മ ഈ പറയുന്നേ? ദേ അമ്മേ, ഭക്ഷണവും മെഡിസിനും കൃത്യസമയത്ത് കഴിക്കണം. ആരോഗ്യം ശ്രദ്ധിക്കണം. ആരോഗ്യം ശ്രദ്ധിക്കാഞ്ഞിട്ടൊന്നും അല്ല മോളെ. എനിക്കാണെങ്കിൽ തീരെ വയ്യ. വീട്ടുജോലിയൊന്നും പഴയതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല. സമയം കിട്ടുമ്പോഴൊക്കെ ഇവൻ സഹായിക്കും. ചെറുതായിട്ട്. ഇവൻ ഒന്ന് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എനിക്കൊന്ന് നടുനിവർത്തി വിശ്രമിക്കായിരുന്നു. അതെങ്ങനെയാ പറഞ്ഞ ഇവൻ കേക്കണ്ടേ? അത് ഞാൻ മാത്രം കേട്ടാ പോരല്ലോ. ഞാൻ കേട്ടാൻ പോകുന്ന ആളൂടി കേൾക്കണമല്ലോ. കുറച്ചുകൂടി ടൈം വേണമെന്നൊക്കെയാ പറയുന്ന. അതെന്തിനാ മോളെ ലേറ്റ് ആക്കുന്നേ? പെട്ടെന്ന് തന്നെ നമുക്ക് നടത്താം. പെണ്ണ് ചോദിക്കാൻ വേണ്ടി ഞാനും ഇവനും മോളുടെ വീട്ടിലേക്ക് വന്നോട്ടെ. ഇപ്പൊ വേണ്ടമ്മേ, ടൈം ആവുമ്പോ ഞാൻ പറയാം. കേട്ടല്ലോ, ഞാനല്ല ഇവളാണ് ഉഴപ്പി കളിക്കുന്നതെന്ന് ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായല്ലോ. ദേ മോളെ, അമ്മ അസുഖമൊക്കെ ഉള്ള ആളാ. എനിക്ക് നിങ്ങളുടെ കല്യാണം ഒന്ന് കാണണം. അതുകൊണ്ടാ പറയുന്നേ. അമ്മ അങ്ങനൊന്നും പറയല്ലേ. നമുക്ക് വേഗം തന്നെ നോക്കാം. കുറച്ചു നാളും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യും. ശരി, വെയിറ്റ് ചെയ്യാം. അല്ലാതെ വേറെന്ത് ചെയ്യാനാ? മോളിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാവേ. ഒന്നും വേണ്ടമ്മേ, ഞാൻ പോവാ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. എങ്കിൽ ഞാൻ ചായ ഇടാം. ഏയ് ഒന്നും വേണ്ട, മോൾ ഇവിടെ ഇരിക്കെ, ഞാൻ ഇട്ടോളാം. അമ്മ പറഞ്ഞു കേട്ടല്ലോ. അതിന് ഞാനും മറുപടി പറഞ്ഞല്ലോ. നിന്റെ മറുപടി തൃപ്തികരമല്ല. അമ്മ എന്നെ കാണണമെന്ന് പറഞ്ഞതേ ഇത് പറയാനാണെന്ന് എനിക്ക് അറിയായിരുന്നു. ഞാൻ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിൽ നീ വന്നിരുന്നു. ഇപ്പതാ ഇവിടെയും വന്നു. എന്നാ ഞാനോ ഇതുവരെ നിന്റെ വീട്ടിൽ വന്നിട്ടേ ഇല്ല. എപ്പോഴാ വരണ്ടേ അത് പറ. എന്താ എന്നെ കൊല കൊടുക്കാനാണോ ഉദ്ദേശം? വരണ്ട സമയമാകുമ്പോ ഞാൻ പറയാം. അപ്പ വന്നാ മതി. ഇതിപ്പോ എനിക്ക് ക്ഷമയിട്ട് തുടങ്ങി. നിന്നെ അല്ലാതെ വേറൊരു പെണ്ണിനെ കെട്ടാൻ അമ്മ സമ്മതിക്കത്തൂല. വേറെ പെണ്ണിനെ എങ്ങനെ കെട്ടിയാലേ കൊന്നോളെ ഞാൻ. വേറെ പെണ്ണിനെയോ? ഈ ജന്മം ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെയായിരിക്കും. അല്ലെങ്കിൽ വിവാഹമേ വേണ്ട. എനിക്കും അങ്ങനെ തന്നെയാ. മോളെ വാ, ഇവിടെ ഇരിക്കെ. അതെ, അമ്മ എപ്പോഴും പറയാറുണ്ട് ദേവു നല്ല പെണ്ണാ. ആദ്യം കണ്ടപ്പോ തന്നെ അവളാണ് എന്റെ മരുമോളെന്ന് തീരുമാനിച്ചെന്നൊക്കെ. അവളെ മരുമോളായിട്ട് കിട്ടുന്ന എന്റെ ഭാഗ്യമാണ്. ദൈവം തന്ന ഗിഫ്റ്റാണ്. ദൈവം ഈ ഗിഫ്റ്റ് എടുത്തു വെച്ചു എന്നല്ലാതെ ഇതുവരെ അമ്മയ്ക്ക് കൊടുത്തിട്ടില്ല. അമ്മ അതിന് വെയിറ്റ് ചെയ്യാ. പെട്ടെന്ന് തരാൻ ദൈവത്തോട് പറ. ഇവൻ എന്തൊക്കെയാ പറയുന്നേ? പെട്ടെന്ന് കല്യാണം നടക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കേ. വേറെ വഴിയില്ല എന്നാ പറഞ്ഞു. പെട്ടെന്ന് നടക്കും അമ്മേ, വിഷമിക്കാതിരിക്കേ. എന്നാ അമ്മേ ഞാൻ ഇറങ്ങട്ടെ. മോള് ഇനിയിപ്പോ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ? അടുത്തെങ്ങാനും വരുവോ? വരാ അമ്മേ. മോളെങ്ങനെ പോകുന്നേ? ഞാനൊരു ഓട്ടോ പിടിച്ച് പൊക്കോളാം. ഞാൻ കൊണ്ടുപോടാ നിന്നെ. അയ്യോ വേണ്ട വേണ്ട വേണ്ട, ഞാനൊരു ഓട്ടോ പിടിച്ച് തന്നെ പൊക്കോളാം. ഞാൻ കൊണ്ടുവിടാന്നല്ലേ പറഞ്ഞേ. അതെ, എന്തിനാ ഓട്ടോ ഒക്കെ പിടിക്കുന്നേ? ഇവൻ കൊണ്ട് വിട്ടോളൂ. വേണ്ട അമ്മേ. അതെന്താ, ആളുകളെ പേടിച്ചിട്ടാ? എന്തിനാ പേടിക്കുന്നേ? ഇവന്റെ പെണ്ണല്ലേ നീ. എടാ നീ ഒന്ന് കൊണ്ടുവിട്ടിട്ട് വാ. ഞാൻ പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. മോളിരിക്കേ. മോളൊന്നും കഴിച്ചില്ലല്ലോ. കഴിച്ചേ. മോളുടെ വീട്ടിലെന്താ വിശേഷം? സുഖായിരിക്കുന്നോ? സുഖം, അങ്ങനെ പോകുന്നു.
അവൾ ആരുടെ കൂടെയാ ബൈക്കിൽ പോകുന്നത്? ചേട്ടാ ഓട്ടോ ഒക്കെ എങ്ങനെ ഉണ്ട്? കുഴപ്പമില്ല മോനെ, അങ്ങനെ അങ്ങ് പോകുന്നു. ആ ചേട്ടൻ എവിടെ ഉള്ളതാ? ഈ പരിസരത്തൊക്കെ തന്നെ. അല്ല, നീ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? ഞാനിവിടെ അടുത്ത് അമ്മാവന്റെ വീട് വരെ പോവുക. ആ, നിങ്ങൾ റൂൾസ് കീപ്പ് ചെയ്യുന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓഫീസർ അല്ലേ? ആ അതേലോ. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. ഏ? എന്താ? ഞാനേ ഹെൽമെറ്റ് ഇട്ടിട്ടില്ല. ഏ? അയ്യോ. ചേട്ടാ അവിടെ നിർത്തിയാൽ മതി. ഓക്കെ ഏട്ടാ, താങ്ക് യു. അടുത്ത പ്രാവശ്യം ഞാൻ വിളിക്കാം. അതെന്താ ഇറങ്ങാൻ പറഞ്ഞേ? ആ, നീ എന്താ നേരത്തെ പറഞ്ഞ? ഞാനിങ്ങനെ ബൈക്കിന്റെ പുറകില് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളല്ലല്ലോ. ഞാനിപ്പോഴാ ഓർത്തെ. ആ ബെസ്റ്റ്. ദേ അപ്പുറത്തൊരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്, നീ ഓട്ടോ ഓടിച്ച് പോക്കോ. ആഹാ, അത് കൊള്ളാം. എന്നാ ശരി. ദേവു, 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 ആ, ദേവു, ഞാനാ. ഇങ്ങൊന്നേ. ദൈവമേ, സച്ചേട്ടൻ കണ്ടു കാണോ? സച്ചേട്ടാ, നീ എന്താ ഇവിടെ? അത് പിന്നെ ഞാനൊരു ഹോസ്പിറ്റൽ ആവശ്യത്തിന് ഡോക്ടറെ കാണാൻ വന്നതാ. ആ, എന്നിട്ട് കണ്ടോ? ആ കണ്ടു. ഞാൻ വീട്ടിലേക്ക് പോവായിരുന്നു. എന്നാ പിന്നെ ഞാൻ കൊണ്ടുവിടാം, നീ കേറാ വാ. വേണ്ട സച്ചേട്ടാ, ഞാനൊരു ഓട്ടോ പിടിച്ചു പൊക്കോളാം. എന്തിനാ ഓട്ടോയ്ക്ക് കാശ് കളയാന്നേ? ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞില്ലേ, വാ കേറ്. അല്ല, ഓട്ടോ കാശ് ഹോസ്പിറ്റലിൽ നിന്ന് തരും. അവരുടെ ആവശ്യത്തിന് വന്നതല്ലേ. സച്ചേട്ടൻ പൊക്കോ. ശരി, എന്നാ ഞാൻ പോട്ടെ. ഭാഗ്യം സച്ചേട്ടൻ കണ്ടില്ല. ആ പെണ്ണ് പറഞ്ഞത് മനസ്സിൽ നിന്ന് പോകുന്നില്ലല്ലോ. എന്തു പറ്റി? നീ ആകെ ചൂടിലാണല്ലോ. ശ്രുതി ഇവിടെ വന്നിരുന്നോ? ഏയ്, അവളിവിടെ വന്നിട്ടൊന്നുമില്ല. ആ കള്ളി വന്നാ ഞാൻ ഈ വീട്ടിൽ കേറ്റുവോ ചന്ദ്രേ? കേറ്റാതിരുന്നാ നിനക്ക് കൊള്ളാം. കള്ളക്കണ്ണീരുമായിട്ട് ചിലപ്പോ അവള് വരും. അപ്പൊ തന്നെ വാതിലടച്ചേക്കണം. അത് നീ പിന്നെ പറയണോ? എന്റെ ഫ്രണ്ടിനെയും കുടുംബത്തെയും ചതിച്ചവളെ എന്റെയും ശത്രുവല്ലേ? മനസ്സിന് ഒരു സുഖവും ഇല്ല ഭാമേ. സുധിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലേ എനിക്കിനി മനസമാധാനം കിട്ടൂ. അല്ല, അതിന് നിന്റെ മോൻ കല്യാണം കഴിച്ചതല്ലേ? ആ കള്ളി ഇനി എന്റെ മോന്റെ കൂടെ ജീവിക്കില്ല. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സുധിക്ക് നല്ല വിഷമമുണ്ട്. അവൻ പുതിയ ദുശീലങ്ങളൊക്കെ തുടങ്ങിയിരിക്കുക. ബാറിൽ പോയി കുടിച്ച് പോലീസുകാരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. അവര് പിടിച്ചോണ്ട് പോയി. രവിയേട്ടനും സച്ചിയും പോയിട്ടാ ഇറക്കിക്കൊണ്ട് വന്നത്. ആകെ നാണക്കേടായി ഭാമേ. നല്ല സുന്ദരിയായ ഒരു കോടീശ്വരിയെ കണ്ടുപിടിക്കണം. എന്നിട്ട് അവനെ കൊണ്ട് കെട്ടിക്കണം. അപ്പൊ അവന്റെ വിഷമം മാറും. നിന്റെ മോനെ കുറിച്ച് അറിഞ്ഞാ അവനാരും പെണ്ണു കൊടുക്കില്ല. നീ എന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. ദേ, പെണ്ണിനെ കുറിച്ച് ആലോചിക്കുന്നെങ്കിൽ അത് വേണ്ട. നിന്റെ സേവനം ഇനി ആവശ്യമില്ല. ഒരുത്തിയെ കൊണ്ട് തന്നതോടെ മതിയായി.
എന്റെ മോന് വേണ്ട പെണ്ണിനെ ഞാൻ കണ്ടെത്തിക്കൊള്ളാം. അവന്റെ പുറകെ നടന്ന് എങ്ങനെയെങ്കിലും മനസ്സ് മാറ്റാൻ ആ കള്ളി ശ്രമിക്കും. അതിനുള്ള സമയം കൊടുക്കരുത്. പെട്ടെന്ന് തന്നെ അവന്റെ കല്യാണം നടത്തണം. നിനക്കിത്ര വിവരമില്ലാതായി പോയല്ലോ. ശ്രുതി ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരാ. അവനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിച്ച ശ്രുതി പ്രശ്നം ഉണ്ടാക്കില്ലേ? അവള് കോടതിയെ സമീപിച്ച അമ്മയെ മുന്നേ അകത്ത് കിടക്കില്ലേ? അവൾ അറിയാതെ കെട്ടിച്ചാ പോരെ? എന്നായാലും അവൾ അറിയും. ഡിവോഴ്സ് ചെയ്ത കല്യാണം കഴിപ്പിച്ച അത് പ്രശ്നമാ. എങ്കിൽ അവളെ ഡിവോഴ്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കല്യാണം നടത്താം. അതെ, നീയല്ല ഡിവോഴ്സ് ചെയ്യേണ്ടത്, നിന്റെ മകനാ. അവൻ ഇതിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സമ്മതിക്കും. ശ്രുതിയല്ല അവന് വലുത്, ഞാനാ. ഞാൻ പറഞ്ഞാലേ അവൻ സമ്മതിച്ചിരിക്കും. ഇപ്പോ അവന് ശ്രുതിയോട് വെറുപ്പാ. അവള് ചതിച്ചെന്റെ വിഷമത്തിലവൻ. അവനും അവളെ ഒഴിവാക്കാൻ ആഗ്രഹിച്ചിരിക്കുക. അവൻ സമ്മതിക്കും ഭാമേ. വൈകുന്നില്ല. ഇന്ന് തന്നെ ഒരു അഡ്വക്കേറ്റിനെ കണ്ട് അവൾക്ക് നോട്ടീസ് അയക്കാൻ പറയണം. അത് വേണോ ചന്ദ്രേ? വേണം. നീ ചുമ്മാ അവൾക്ക് വേണ്ടി സംസാരിക്കല്ലേ? ദേ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ? ആ, ഞാനേ പോയി അഡ്വക്കേറ്റിനെ കണ്ടേ. ദേ, ഇത് തൽക്കാലം നീ വേറെ ആരോടും പറയാൻ നിൽക്കണ്ട, കേട്ടോ? ചന്ദ്ര പറഞ്ഞതൊക്കെ ശ്രുതിയോട് വിളിച്ച് പറയണോ? പറയാതിരുന്നാ പിന്നീട് അവളിത് അറിഞ്ഞ ഈ വീട്ടിൽ വന്ന് കെട്ടി തൂങ്ങിച്ചാവും. അവളോട് പറഞ്ഞെന്ന് ചന്ദ്ര അറിഞ്ഞാലും പ്രശ്നമാവും. അവളെ ചതിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഭഗവാനെ, ഞാനാകെ പെട്ടുപോയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എടാ, അമ്മ ഇറങ്ങാണേ. അമ്മേ, ഞാൻ കൊണ്ടുവിടാം. അമ്മ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. അമ്മേ, അമ്മ കടയിലേക്കാണോ? അതെ. എന്നാ ഞാനും വരാം. വേണ്ട വേണ്ട, നീ വന്ന് കയറിയതല്ലേ ഉള്ളൂ. ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിക്ക്. അമ്മ കഴിച്ചോ? കഴിച്ചു. കള്ളം പറയുന്ന അമ്മയൊന്നും കഴിച്ചിട്ടില്ല. തിരക്കുള്ള ദിവസം ഭക്ഷണം കഴിക്കില്ല അല്ലേ? എത്ര പറഞ്ഞാലും കേക്കില്ല. അമ്മ വാ, ഞാൻ ഭക്ഷണം എടുത്തു തരാം. വേണ്ട, ഞാൻ വന്നിട്ട് കഴിച്ചോളാം. അതൊന്നും പറ്റില്ല. വാടാ, അമ്മ ഇങ്ങ് വന്നേ. ദാ അമ്മേ. വേണ്ട മോളെ, ഞാൻ പിന്നെ കഴിച്ചോളാം. രണ്ടുപിടി വാരിയിട്ട് പോകാനല്ലേ? ഞാൻ വാരി തന്നോളാം. അയ്യോ, അമ്മേ, അമ്മയുടെ കൈക്ക് എന്താ പറ്റിയേ? അമ്മയുടെ കൈക്ക് ഒരു കുഴപ്പമില്ല ചേച്ചി. തിരക്കുള്ള ദിവസം ഭക്ഷണമൊന്നും കഴിക്കില്ലല്ലോ. ഇന്നും കഴിക്കാതെ പോകാനുള്ള പ്ലാനായിരുന്നു. പിന്നെ ചേച്ചി പിടിച്ചിരുത്തി അമ്മയെ കഴിപ്പിക്കുന്നതാ. മുമ്പ് ഞാൻ ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ ദേവു ചെയ്യുന്നു അല്ലേ? അതെ. ദേ, ദേവുവിനെ കല്യാണം കഴിച്ചോണ്ട് പോയാ പിന്നെ ആരാ അമ്മയ്ക്ക് ഇങ്ങനെ ഭക്ഷണം തരിക? അത് ഞാൻ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണ് കൊടുത്തോളും. ആഹാ. ഉം. ദേ, ദേവുവിനെ കല്യാണം കഴിച്ചോണ്ട് പോയാ പിന്നെ ആരാ അമ്മയ്ക്ക് ഇങ്ങനെ ഭക്ഷണം തരിക? അത് ഞാൻ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണ് കൊടുത്തോളും. ആഹാ. ഉം. ആ, നിന്റെ ആഗ്രഹമൊക്കെ കൊള്ളാം. അതിന് ഇനിയും സമയമുണ്ട്. അമ്മേ, കുറച്ചുകൂടി കഴിക്കേ. വേണ്ട, എനിക്ക് നിറഞ്ഞു. കുറച്ചുകൂടി കഴിക്കമ്മേ. മതി, ഞാൻ എഴുന്നേക്കാം. ഡാ, ഡാ, ഡാ. അതിനിടയ്ക്ക് നീ എന്തോ ഒരു ഡയലോഗ് അടിച്ചല്ലോ. ആദ്യം പഠിച്ച് മാർക്ക് മേടിക്കേട്ടോ. ജോലിയൊക്കെ കിട്ടിയിട്ട് മതി പെണ്ണ് കിട്ടുന്നേ. അവന് കല്യാണം കഴിക്കാത്തതിന് കുറവും കൂടി ഉള്ളൂ. ആ മോളെ, അമ്മ ഇറങ്ങാണേ. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. കുറച്ച് ഓർഡർ കൊടുക്കാനുണ്ട്. ശരി അമ്മ. ആ, നീ കഴിച്ചിട്ട് പോണേ. ആ, ശരി അമ്മ. അമ്മ ചെല്ല. അമ്മേ, ഞാൻ കൊണ്ടുവിടാം. ഞാൻ പോയിട്ട് വരാം. പൊക്കോ. ചേച്ചിക്ക് ഞാൻ ഭക്ഷണം എടുത്തിട്ട് വരാമേ. ദേവു, നിന്നെ ഇവിടെ വന്നേ. എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട. നീ ഇങ്ങ് വന്നേ. നടക്ക്. എന്താ ചേച്ചി? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്.
വളച്ചു കിട്ടില്ല. അതേ ഉള്ള കാര്യം ഞാൻ പറയാം. നീ ഒരാളുടെ ബൈക്കിന് പുറകെ ഇരുന്ന് പോകുന്നത് ഞാൻ കണ്ടല്ലോ. ആരടി അത്? അയാളുടെ മുഖം ഞാൻ കണ്ടില്ല. ആദ്യമായിട്ടാ നിന്നെ ഇങ്ങനെ കാണുന്നത്. ആരാ അതെന്ന്? ചേച്ചി, അത് എൻ്റെ ഒരു ഫ്രണ്ടാ. നിന്റെ ഫ്രണ്ട് മാത്രമല്ലെന്ന് നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ചേച്ചി, അദ്ദേഹത്തിന് എന്നെ ഇഷ്ടോ. അപ്പൊ നിനക്കോ? എനിക്കും ഇഷ്ടോ. ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാ. ചേച്ചിയോട് എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു. പേടിച്ചിട്ട് പറയാത്തെ. അപ്പൊ എന്താ ഇപ്പൊ പേടിയില്ലേ? പേടിയൊക്കെ മാറിയോ? അത് പിന്നെ ചേച്ചി ചോദിക്കുമ്പോ നുണ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. അത് തെറ്റല്ലേ? ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട്? ഒരു 4-5 മാസമായി. അപ്പൊ അദ്ദേഹത്തെ എവിടെ നിന്ന് പരിചയപ്പെട്ടതാ? സോഷ്യൽ മീഡിയയിൽ നിന്ന് പരിചയപ്പെട്ടതാ. നല്ല മനുഷ്യനാ. അദ്ദേഹത്തോടൊപ്പം അമ്മ മാത്രമാ വീട്ടിലുള്ളേ. ആ അമ്മയ്ക്കാണെങ്കിൽ എന്നെ വലിയ ഇഷ്ടാ ചേച്ചി. പെണ്ണെ കൊള്ളാലോടി നീ. വീട് ചേച്ചി വേദനിക്കുന്നു. കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ ആളാ, എന്നിട്ട് പ്രേമിച്ച് നടക്കുന്ന കണ്ടില്ലേ? കല്യാണം പെട്ടെന്ന് നടത്തണമെന്ന് അവര് പറഞ്ഞേ. ഞാൻ കുറച്ച് സാവകാശം ചോദിച്ചു. ധൃതി പിടിച്ചൊന്നും വേണ്ട. ദേ, ഞാൻ നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ അറിഞ്ഞ് ജീവിക്കുന്നവളാ നീ. നിനക്കും ഈ കുടുംബത്തിനും ചേർന്ന് ചെറുക്കനെ തന്നെ ആയിരിക്കും നീ കണ്ടെത്തിയിരിക്കുന്നത്. ആ വിശ്വാസം എനിക്കുണ്ട്. പിന്നെ പ്രണയിക്കുന്നത് തെറ്റൊന്നും അല്ല കേട്ടോ. വഴി തെറ്റി പോവാതിരുന്നാ മതി. എന്തായാലും നീ അങ്ങനെ പോവില്ല എന്ന് എനിക്കറിയാം. എന്തായാലും നീ അങ്ങനെ പോവില്ല എന്ന് എനിക്കറിയാം. അച്ഛൻ നമ്മളെ വിട്ടുപോയി. നമുക്കിനി നമ്മുടെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ നമുക്ക് 3 പേർക്കും വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. അമ്മയ്ക്ക് വിഷമമുണ്ടാക്കുന്ന ഒന്നും നമ്മൾ ചെയ്യരുത്. നീ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇല്ല ചേച്ചി, നിങ്ങളെയൊക്കെ വേദനിപ്പിച്ചിട്ട് ഞാൻ എന്റേതായ സുഖം തേടി പോവില്ല. എല്ലാവരുടെ അനുഗ്രഹത്തോടെ തന്നെ ഞങ്ങളുടെ കല്യാണം നടത്തണമെന്നാ എന്റെ ആഗ്രഹം. ചേച്ചിയുടെയും അമ്മയുടെയും ശരത്തിന്റെയും സച്ചേട്ടന്റെയും സമ്മതത്തോടെ മാത്രമേ ഈ വിവാഹം നടക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടാവും. ഇനി പറ, എന്താ ആളുടെ പേര്, എന്താ ജോലി, എവിടെയുള്ളതാ? അതൊക്കെ കല്യാണ നിശ്ചയത്തോടെ അടുക്കുമ്പോ പറയാം. ഒരു സർപ്രൈസായി കിടക്കട്ടെ. ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. അപ്പൊ പറഞ്ഞാ മതി. ആ പിന്നെ ചേച്ചി, ഇതിപ്പോ മറ്റാരും അറിയണ്ട കേട്ടോ. അമ്മയോടും ശരത്തിനോടും സച്ചേട്ടനോടും ഒന്നും പറയണ്ട. ഇല്ല, ഞാൻ ആരോടും പറയുന്നില്ല. സമയമാവുമ്പോ നീ തന്നെ പറഞ്ഞോ. താങ്ക്സ് ചേച്ചി. ശരിയെന്നാ, ഞാൻ വരാം. ആ ദേ അമ്മയായിരിക്കും. ഫോൺ പോയി എടുക്ക. ഞാൻ ഇറങ്ങട്ടെ. സച്ചേട്ടനിൽ നിന്നും ഞാനൊന്നും മറച്ചു വെക്കാറില്ലെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. എന്നിട്ടും അവൾ എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞ്? സച്ചേട്ടനോട് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ പറയും. സച്ചേട്ടൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? നമസ്കാരം സാർ. ആ നമസ്കാരം, ഇരിക്കൂ. സാർ, എന്റെ പേര് ചന്ദ്രമതി. വീട് മേലാറ്റൂരാ. ആ എന്താ വന്നത്, പറയൂ. ഡിവോഴ്സ് വേണം സാർ, അതിനാ വന്നത്. ആ ഇത്രയും പ്രായമായില്ലേ? ഇനി എന്തിനാ ഡിവോഴ്സ് ചെയ്യുന്നേ? ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ച സ്ഥിതിക്ക് ഭർത്താവുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ നോക്ക്.
അയ്യോ എനിക്കല്ല, എന്റെ മകനാ ഡിവോഴ്സ് വേണ്ടത്. നമ്മുടെ ദേവുല്ലേ, അവള് നമ്മൾ വിചാരിച്ച പോലെ അല്ല. അന്ന് അങ്ങനെ പറഞ്ഞു. അവൾക്കൊരു പ്രണയമുണ്ട്. അവളൊരാളെ സ്നേഹിക്കുന്നുണ്ട്. എനിക്കിഷ്ടമല്ല ഇതൊന്നും. നാളെ ഇത്രയും കാലം പോറ്റി വളർത്തിയെ മറന്ന് അവരെയും കരയിപ്പിച്ച് ഇന്നലെ കണ്ട ഒരുത്തിന്റെ കൂടെ അവൾ ഒളിച്ചോടി പോവും. നിന്റെ അമ്മയുടെ സങ്കടം കാണാൻ എനിക്ക് വയ്യ. ഇതിനൊരു അവസാനം വേണം. അല്ല, എന്താ ആന്റി വിളിച്ചപ്പോ? ചന്ദ്രയ്ക്ക് സുധിയെ കൊണ്ട് നിന്നെ ഡിവോഴ്സ് ചെയ്യിക്കാനാ പ്ലാൻ. എന്നെ ഡിവോഴ്സ് ചെയ്ത് പണക്കാരിയായ ഒരു പെണ്ണിനെ സുധിയെ കൊണ്ട് കെട്ടിക്കാന്നാ സുധിയുടെ അമ്മ കരുതുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ സുധിയെ ഞാൻ അവസാനിപ്പിക്കും.